പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വന്ദ്യരായ വൈദിക സഹോദരരെ, സുവിശേഷ പ്രവർത്തകരെ, ധനഹായിക്ക് ശേഷമുള്ള രണ്ടാം ഞായർ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുടെ 13ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദിവ്യവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിപ്പാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്ന് ഉള്ളവനായിരുന്നു. ഫിലിപ്പോസ് നത്തനയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു, അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നത്തനയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നത്തനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നത്തനയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നത്തനയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പരിശുദ്ധ സഭയ്ക്ക് 2 മാനങ്ങളുണ്ട്, ദൃശ്യവും അദൃശ്യവും. അദൃശ്യമായതിനെ നമ്മൾ മിസ്റ്റിക്കൽ, മൗതികം എന്നുള്ള വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. ദൃശ്യമായ സഭയുടെ കെട്ടുപണി ആരംഭിക്കുന്നത് ശ്ലീഹന്മാരുടെ വിളിയോടുകൂടിയാണ്. എന്നാൽ അദൃശ്യമായ സഭയുടെ കെട്ടുപണി ദൈവം ആരംഭിച്ചത് അനാദി മുതലാണ്. പെന്തിക്കോസ്തിയിൽ നമ്മൾ പറയും, ഇന്ന് സഭയുടെ ഉദ്ഘാടന ദിവസം ആണെന്ന്. അത് പൂർണ്ണമായി ശരിയല്ല. കാരണം കർത്താവ് മാമോദീസായ്ക്ക് ശേഷം ശിഷ്യന്മാരെ വിളിക്കുന്നതോടുകൂടി ദൃശ്യമായ സഭയുടെ കെട്ടുപണി ആരംഭിച്ചു. പെന്തിക്കോസ്തിയിൽ അതിനൊരു പവർഫുൾ ലോഞ്ചിങ് ഉണ്ടായി എന്ന് വേണം നമ്മൾ പറയാൻ. കഴിഞ്ഞ ഞായറാഴ്ച
ആദ്യത്തെ 4 ശിഷ്യന്മാരുടെ വിളിയെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. എന്നാൽ ഈ ഞായറാഴ്ച അടുത്ത 2 ശിഷ്യന്മാരുടെ വിളിയെക്കുറിച്ച് സുവിശേഷകൻ നമ്മളോട് പറയുന്നു. ഫിലിപ്പോസിനെയാണ് ഈ ദിവസം കർത്താവ് ആദ്യം വിളിക്കുന്നത്. ഫിലിപ്പോസ് ഒരു ഗ്രീക്ക് നാമമാണ്. വാച്യാർത്ഥത്തിൽ പറഞ്ഞാൽ ലവർ ഓഫ് ഹോഴ്സസ്, കുതിരയെ ഇഷ്ടപ്പെടുന്നവൻ എന്നാണ്. ഫിലൈൻ, ഹിപ്പോസ്, ഫിലിപ്പോസ്. ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നത് അവൻ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും സ്വന്തം സ്ഥലമായ ജന്മസ്ഥലമായ ബെത്ത് സൈദയിൽ നിന്ന് ഉള്ളവനായിരുന്നു. ബെത്ത് ഭവനം, സൈദ എന്നുള്ള സുറിയാനി വാക്കിൻ്റെ അർത്ഥം മുക്കുവൻ എന്നാണ്. മുക്കുവൻ്റെ ഭവനം അല്ലെങ്കിൽ മുക്കുവരുടെ കോളനി എന്നൊക്കെ അർത്ഥമാകും. ഫിലിപ്പോസ് അടുത്ത ശിഷ്യനെ വിളിക്കുകയാണ്, നത്തനയേലിനെ. അത് വലിയ ഒരു സാക്ഷ്യത്തോടു കൂടിയാണ് ഫിലിപ്പോസ് നിർവഹിക്കുന്നത്. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. കൃത്യമായ വിവരങ്ങൾ യേശുവിനെക്കുറിച്ച് പ്രവാചകന്മാർ അരുളി ചെയ്തതാണ്. അവൻ ചരിത്രത്തിൻ്റെ പൂർത്തിയിൽ നസ്രത്തിൽ നിന്നുള്ള ജോസഫിൻ്റെ മകനായി വിളിക്കപ്പെട്ടു. അവൻ മിശിഹായാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും, പേര്, വിവരം, മേൽവിലാസം ഇവയെല്ലാം ഉൾപ്പെടെ ആണ് ഫിലിപ്പോസ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഹിസ്റ്റോറിക്കൽ ജീസസ്, ഇത് ഒരു മറ്റ് പല ഐതിഹ്യങ്ങളെപ്പോലെയുള്ള ഒരു ഐതിഹ്യമല്ലായിരുന്നു യേശു കൃത്യമായ ഒരു ചരിത്രപുരുഷനായിരുന്നു. നത്തനായേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം നൽകിയവൻ. നത്താൻ, ഹീബ്രു വാക്ക് ടു ഗീവ്, ഏൽ ദൈവം നൽകിയവൻ. ഈ നത്തനയേലിനോട് ഫിലിപ്പോസ് ഇത് സാക്ഷിക്കുമ്പോൾ അന്ന് പൊതുവായി ഉണ്ടായിരുന്ന ഒരു മുൻവിധി ഓടുകൂടിയാണ് നത്തനയേൽ ആരംഭിക്കുക. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? നമ്മുടെ നാട്ടിലും അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. മലയാളത്തിൽ കോത്താഴം എന്നൊരു വാക്കുണ്ട്. ഈ ഭൂമിശാസ്ത്രത്തിൽ ഒരിടത്തും കോത്താഴം എന്നില്ല എങ്കിലും ഒരു ആശയമാണ്. ഒന്നിനും കൊള്ളാത്തവർ താമസിക്കുന്ന, പിറക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ്. പരിഹാസ രൂപത്തിലാണ് നത്തനയേൽ ഇത് പറയുന്നത്. എങ്കിലും യേശു അവനെക്കുറിച്ച് വലിയ ഒരു കോംപ്ലിമെൻ്റ്, വളരെ മനോഹരമായ ഒരു വിശേഷണമാണ് പറയുന്നത്. ഇതാ ഒരു നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ. ഇസ്രായേൽ നമുക്കറിയാം യാക്കോബിൻ്റെ വേറൊരു പേരാണ്. യാക്കൂബ് എന്ന് പറഞ്ഞാൽ കാലുവാരി എന്നാണ്, ചതിയൻ. എന്നാൽ ഇസ്രായേലിൻ്റെ ഗോത്രത്തിൽ പിറന്ന നത്തനയേലാകട്ടെ ചതിയില്ലാത്തവൻ, വഞ്ചനയില്ലാത്തവൻ, ഇന്നസെൻ്റ്, വിത്തൗട്ട് ഗൈൽ എന്നൊക്കെയാണ് അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശു എങ്ങനെയാണ് നത്തനയേലിനെ കീഴടക്കുക?
നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടു. യേശു നേരിട്ട് കണ്ടിട്ടല്ല, യേശുവിൻ്റെ ആന്തരിക കണ്ണുകൾ കൊണ്ട് യേശുവിനെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ മിശിഹായെ അന്വേഷിക്കുന്ന ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനെ കർത്താവ് തൻ്റെ ആന്തരികമായ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നാണ് പറയുക. ശമറിയക്കാരി സ്ത്രീയുടെ കാര്യത്തിൽ യേശുവിനോട് അകൽച്ച പാലിച്ച സ്ത്രീ യേശുവിനോട് വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി സംസാരിക്കാൻ തുടങ്ങിയത് അവളെക്കുറിച്ചുള്ള സർവ്വ രഹസ്യങ്ങളും യേശു അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ്. നിന്നെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം, നീ ഇനി ഒരു അഭിനയം കാഴ്ചവെക്കേണ്ട കാര്യമില്ല എന്നാണ് ശമറിയക്കാരിയോട് പറഞ്ഞത്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നീ ആറാമത്തവൻ്റെ കൂടെ താമസിക്കുന്നു, എങ്കിലും അതും ശരിയല്ല, പന്തിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണ്. അവൾ അടിയറ പറഞ്ഞു, കാരണം അവൾ ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു സത്യം ഒരു പ്രവാചകൻ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ പിന്നെ അടിയറവ് പറയാതെ നിവൃത്തിയില്ല. പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണ്. ഏതാണ്ട് അപ്രകാരം തന്നെയാണ് നത്തനയേലിൻ്റെ പ്രതികരണം. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. ഈ 2 വിശേഷണങ്ങളും യേശുവിൻ്റെ മരണസമയത്തും നമ്മൾ കാണുന്നതാണ്. ആദിമസഭയുടെ കൺഫെഷൻ ആണിതെന്ന് നമുക്ക് പറയാം. കർത്താവിൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതി വച്ചിരുന്നത് ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണ്, യൂദായുടെ രാജാവാണ്. യേശു മരിക്കുന്ന സമയത്ത് യേശുവിനെ ക്രൂശിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിരുന്ന ശതാധിപൻ ഒന്നും അറിയാതെ വിളിച്ചു പറഞ്ഞു, വലിയ ഭൂകമ്പവും അന്ധകാരവും കണ്ടപ്പോൾ പറഞ്ഞു, ഈ മനുഷ്യൻ സാക്ഷാൽ നീതിമാനായിരുന്നു. ഇതുപോലെ സ്പോണ്ടേനിയസായിട്ട് വരുന്ന ചില വിശ്വാസ പ്രകരണങ്ങളുണ്ട്. നത്തനയേലിൻ്റെ വായിൽ നിന്ന് വന്നതും ആദിമസഭയുടെ ഒരു വലിയ വിശ്വാസ പ്രകരണമാണ്. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു അവനോട് പറഞ്ഞു, നീ അങ്ങോട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നതായി നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നീ ഇപ്രകാരം എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നെങ്കിൽ നീ ഇനി കൂടുതൽ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക അല്ലെങ്കിൽ മുന്തിരിത്തോപ്പിലിൻ്റെ കീഴിലിരിക്കുക എന്നൊക്കെയുള്ള പ്രയോഗം പഴയ നിയമത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായും മീഖായുടെ 4-ാം അധ്യായം 4-ാം വാക്യം, 1 രാജാക്കന്മാർ 4:25, സക്കറിയ പ്രവാചകന്റെ 3-ാം അധ്യായം 10-ാം വാക്യം. അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം? മീഖ 4:4 പറയുന്നു, അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലും ഇരിക്കും. ആ വേദഭാഗം നമ്മൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ യുദ്ധമില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുക. മനുഷ്യൻ ഇനി വാളുകൊണ്ട് പരസ്പരം കൊല്ലുന്നതിന് പകരം അത് കൊഴുവാക്കി മാറ്റും. കുന്തം കൊണ്ട് പരസ്പരം കുത്തിക്കൊല്ലുന്നതിന് പകരം അത് കൃഷി ചെയ്യുന്ന വാക്കത്തിയാക്കി മാറ്റും. അപ്പോൾ
അത്തിമര ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഒരവസ്ഥ, പേടിയില്ലാത്ത അവസ്ഥ, ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുന്ന അവസ്ഥ എന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഡെറിവേറ്റ് മീനിങ് കൃത്യമായിട്ട് നമുക്ക് ഇത് കൃത്യമായിട്ട് ഇതാണ് എന്ന് പറയാൻ സാധിക്കാത്ത വിധത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. വലിയ ചൂടുള്ള പ്രദേശത്ത് സ്വന്തം വീട്ടിലിരുന്നാൽ അതിഭയങ്കര ചൂടായതുകൊണ്ട് മനുഷ്യൻ മരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ പടർന്ന് വളരുന്ന മുന്തിരിയുടെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അതിനാൽ നത്തനയിൽ ഒരുപക്ഷെ ഈ അത്തിമരച്ചോട്ടിലിരുന്ന് അവൻ വായിച്ചിരുന്ന ഭാഗത്തെ ബന്ധിച്ചായിരിക്കാം യേശു അടുത്ത കാര്യം പറയുന്നത്. ഉൽപ്പത്തി 28-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ സ്വപ്നം എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വന്തം സഹോദരനായ ഏശാവിനെ ചതിച്ച യാക്കോബ്, അവന് ആദ്യപുത്ര സ്ഥാനം, പിതാവിൻ്റെ അനുഗ്രഹം, ഇതെല്ലാം വഞ്ചനയിൽ നേടിയെടുത്തതാണ്. അമ്മയുടെ ഒത്താശയോടുകൂടിയാണ് ചെയ്തത് എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും യാക്കോബ് എന്നുള്ള പേര് അർത്ഥവത്താക്കത്തക്കവണ്ണം അവൻ വഞ്ചനാപരമായിട്ടാണ് പെരുമാറിയത്. ഇതിൽ കലികൊണ്ട ഏശാവ് അവനെ രഹസ്യമായിട്ട് കൊല്ലാൻ തീരുമാനിച്ചതായിട്ട് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ കണ്ടുപിടിച്ചൊരു തന്ത്രമാണ്, നീ എൻ്റെ ആങ്ങളയുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് പലായനം ചെയ്യുക, നിനക്കൊരു ഭാര്യയെ അന്വേഷിക്കാൻ പോയി എന്ന് ഞാൻ ഇവിടെ പറഞ്ഞോളാം, നീ വിട്ടുപൊക്കൊള്ളുക. ബെർഷബയിലാണ് ആ സമയത്ത് ഇസ്ഹാക്ക് താമസിക്കുക. യാക്കോബ് പോകുന്നത് ഹാറാനിലേക്കാണ്. ഏതാണ്ട് 800 കിലോമീറ്റർ മരുഭൂമിയിലൂടെ ഏകാന്ത പഥികനായിട്ട് യാത്ര ചെയ്യണം. മരുഭൂമി അപകടം പിടിച്ച ഒരു സ്ഥലമാണ്. അവിടെ വെള്ളം ലഭ്യമല്ല, ഭക്ഷണം ലഭ്യമല്ല. സൂര്യാഘാതം മൂലം മനുഷ്യർ മരിച്ചിരുന്നു. ചില സ്ഥലങ്ങളിലെങ്കിലും കവർച്ചക്കാരുണ്ടായിരുന്നു, ക്രൂര മൃഗങ്ങളുണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്. അതിനാൽ മരുഭൂമി ഒരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമായി. അങ്ങനെ ഓടി തളർന്ന് എവിടെങ്കിലും ഒന്ന് തലചായ്ക്കാൻ ഇടവന്വേഷിച്ച് ഒരു സ്ഥലത്ത് അവൻ ഒരു ഉണ്ടക്കല്ല് തലയിണയാക്കി വെച്ച് ഉറങ്ങുമ്പോൾ അവനൊരു ദർശനം കാണുന്നു. ബിഹോൾഡ് എ ലാഡർ. 2 ബിഹോൾഡ് ഉണ്ട് ഒരേ വാക്കിൽ. ബിഹോൾഡ് ദ ഏഞ്ചൽസ്. ഇത് അത്ഭുതകരമായൊരു ദൃശ്യമാണ്. എന്താണ്? ഭൂമിയിൽ അടി ഉറപ്പിച്ചിരിക്കുന്ന, എന്നാൽ മുകളിലത്തെ അറ്റം ആകാശത്തിൽ ചെന്ന് മുട്ടുന്ന ഒരു കോവണി. ഈ കോവണിയുടെ മുകളിൽ ദൈവം സന്നിഹിതനായിരിക്കും. സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവദൂതന്മാർ കോവണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. സഭാപിതാക്കന്മാർ പലരും, പ്രത്യേകിച്ച് ആദിമ സുറിയാനി സഭയുടെ പിതാക്കന്മാരായ അഫ്രഹാത്തും എഫ്രേമും എല്ലാം യാക്കോബ് കണ്ട ഈ കോവണിയെ കർത്താവിൻ്റെ കുരിശിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്.
സ്വർഗത്തെയും ഭൂമിയെയും മുട്ടിക്കുന്ന എന്താണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? കർത്താവായ യേശു മാത്രം. കാരണം അവൻ ദൈവമായിരുന്നതുകൊണ്ട് അവൻ സ്വർഗത്തിലായിരുന്നു, അവൻ മനുഷ്യനായതുകൊണ്ട് ഭൂമിയിലായിരുന്നു. അങ്ങനെ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ പാലമായി പ്രവർത്തിച്ച ഒരേ ഒരാൾ കർത്താവായ യേശുവായിരുന്നു. അത് കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ഒരു ചിത്രീകരണമായിരുന്നു. സ്വർഗം തുറന്നിരിക്കുന്നു. വി ഹാവ് ആക്സസ് ടു ദ ഫാദർ. ഏക മധ്യസ്ഥൻ, ഏക ദൈവമേ ഉള്ളൂ. ആ ഏക ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനായ കർത്താവായ യേശു. 1 തിമോത്തി 2:5. ഈ കോവണിയിലൂടെ ദൈവദൂതന്മാർ കയറുകയും ചെയ്യുന്നു. പുരാതന കാലത്ത് ഒരു രാജാവ് സന്ദേശങ്ങൾ അയച്ചിരുന്നത് ദൂതന്മാർക്ക് വശമാണ്. മറ്റ് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും സൈന്യാധിപന്മാർക്കും ഒക്കെ നൽകേണ്ട സന്ദേശങ്ങൾ എഴുതി അത് ഒരു കവറിൽ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ട്യൂബിനകത്തിട്ട് അത് മുദ്ര വെച്ച് കുതിര പുറത്ത് പാഞ്ഞു പോകുന്ന ദൂതന്മാരുടെ കൈവശമാണ് അത് കൊടുത്തുവിട്ടത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറി. ദൈവം ആകാശം തുറന്നിട്ടിരിക്കുന്നു, ആകാശത്തിൻ്റെ ഈ കോവണിയുടെ മുകളിലിരിക്കുന്നു. ദൈവത്തിന് പല കാര്യങ്ങളും സന്ദേശമായി ഈ ഭൂമിയിലേക്ക് കൊടുക്കാനുണ്ട്. ഈ ഭൂമിയിൽ നിന്നുള്ള സന്ദേശം പലതും സ്വർഗത്തിലേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ സന്ദേശത്തിൻ്റെ നടുവിൽ നിൽക്കുന്നത് കോവണിയായ കർത്താവായ യേശുവാണ്. അതിനാൽ യേശു പറയുന്നു, നീ ഇനി വലിയ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്, നീ വലിയ കാര്യങ്ങൾക്ക് സാക്ഷിയാകാൻ പോവുകയാണ്, നീ എനിക്ക് വേണ്ടി എൻ്റെ ശിഷ്യനാവുക. അടുത്ത നമ്മുടെ പോയിന്റ് കർത്താവിൻ്റെ വിളിയുടെ ശൈലിയാണ്. യേശുവിനാൽ വിളിക്കപ്പെടുന്നവരെ തന്നെയാണ് മറ്റുള്ളവരെ യേശുവിൻ്റെ അടുത്തേക്ക് തിരിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. ചിന്തിക്കുക, അന്ത്രയോസ് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്നു, ഫിലിപ്പോസ് നത്തനയേലിനെ കൂട്ടിക്കൊണ്ടുവന്നു. ലോകപ്രസിദ്ധനായ ബില്ലി ഗ്രഹാം, അദ്ദേഹം നമ്മുടെ കേരളത്തിലും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരിക്കൽ കോട്ടയത്ത് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കൺവെൻഷനിൽ ഞാനും പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രൂസൈഡിൻ്റെ ഒരു പ്രത്യേകത ഓപ്പറേഷൻ ആൻഡ്രൂ എന്ന പേരിൽ ഒരു പ്രത്യേക പ്രസ്ഥാനമുണ്ടായിരുന്നു. എന്താണ് ഈ ഓപ്പറേഷൻ ആൻഡ്രൂ? വളരെ ലളിതമാണ്. ഈ ലോകത്തിൽ രക്ഷിക്കപ്പെടാത്ത ധാരാളം പേരുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെയായിട്ട് പലരും ഇതുവരെ യേശുവിനെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടാത്തവരാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കുക, എൻ്റെ സ്നേഹബന്ധത്തിൽ, എൻ്റെ വലയത്തിലുള്ള രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പല ദിവസങ്ങൾ ആവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു ക്രൂസൈഡ് അല്ലെങ്കിൽ കൺവെൻഷൻ വരുമ്പോൾ അവരെ അതിലേക്ക് ക്ഷണിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് ബില്ലി ഗ്രഹാം പറഞ്ഞു, അവർ തീർച്ചയായിട്ടും കർത്താവിനെ സ്വീകരിച്ചിരിക്കും. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
അവരെ നിങ്ങൾ ഈ കൺവെൻഷനിലേക്ക് ക്ഷണിക്കുന്നുവോ, അവർ വന്നിരിക്കും. അവർ രക്ഷയുടെ പാതയിലാണ്. അതായിരുന്നു ഓപ്പറേഷൻ ആൻഡ്രൂ എന്ന് പറയുന്നത്. അങ്ങനെ അന്ത്രയോസ് എന്ന ശിഷ്യൻ പത്രോസിനെ പോലെ, യാക്കോബിനെ പോലെ, യോഹന്നാനെ പോലെ ഷൈൻ ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. സുവിശേഷത്തിൽ അദ്ദേഹത്തെ നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആൻഡ്രൂ പത്രോസിനെ മാത്രമല്ല കൂട്ടിക്കൊണ്ടുവന്നത്, യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പായിട്ട് യോഹന്നാൻ്റെ 6:9 നമ്മൾ വായിക്കുമ്പോൾ അന്ത്രയോസാണ് പറയുന്നത്, ഇതാ ഇവിടെ 5 അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കൊച്ചു പയ്യനുണ്ട്. ഈ കൊച്ചു പയ്യനെ ഉത്സാഹിപ്പിച്ച് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കർത്താവ് അത്ഭുതകരമായ ഈ അപ്പം വർദ്ധിപ്പിക്കൽ നടത്തിയത് ഈ ആൻഡ്രൂ അല്ലെങ്കിൽ അന്ത്രയോസ് എന്ന് പറയുന്ന ശിഷ്യൻ്റെ പ്രവർത്തനം വഴിയാണ്. യോഹന്നാൻ്റെ 12-ാം അധ്യായം 23-ാം വാക്യത്തിൽ കുറേ ഗ്രീക്കുകാർ കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച് വന്നപ്പോൾ അവരാദ്യം പോയി പറഞ്ഞത് അന്ത്രയോസിനോടാണ്. അന്ത്രയോസും ഫിലിപ്പോസും കൂടിയാണ് അവരെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ യോഹന്നാൻ്റെ 12 അധ്യായത്തിലാണ് പുറജാതികളോട് കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങിയത്. യേശു പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും. അഴിയുന്ന ഗോതമ്പ് മണി കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പ്രതീകമായിരുന്നു. അങ്ങനെ ഗ്രീക്കുകാരെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതിൽ നമുക്ക് ഒരു വലിയ പാഠം പഠിക്കാനുണ്ട്. ഇന്ന് എല്ലായിടത്തും ദൈവവിളികളുടെ കുറവ് വളരെയധികം അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ഇന്ന് വൈദികനാകരുത്, മഠത്തിൽ ചേരരുത്, സന്യാസികളാകരുത് എന്ന് പറയുന്ന ധാരാളം സന്ദേശങ്ങൾ യൂട്യൂബിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എത്ര പേര് അവരവരുടെ ദൈവവിളിയെക്കുറിച്ച് സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കും. അതിനാൽ ദൈവവിളിയുടെ കുറവ് മറ്റുള്ള ആരിലെങ്കിലും ആരോപിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. കാരണം അവനവൻ്റെ വിളിയെക്കുറിച്ച് സന്തോഷമുള്ളവൻ നിർബന്ധപൂർവം മറ്റുള്ളവരോട് ആ സന്തോഷം പങ്കുവയ്ക്കും. അതാണ് മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കുന്നത്. 1 കൊരിന്ത്യർ 3:9 പൗലോസ്ലീഹ സ്വയം വിശേഷിപ്പിക്കുന്നു. പൗലോസ്ലീഹ മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മിഷണറിമാരെ വിശേഷിപ്പിക്കുന്നത് വി ആർ കോ വർക്കേഴ്സ് വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകട്ടെ ആണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. അതിനാൽ ഈ ഫിലിപ്പോസിൻ്റെയും നത്തനേലിൻ്റെയും വിളിയുടെ ഈ സുവിശേഷം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ഒരു കാര്യം മാത്രം, നമ്മൾ 24 മണിക്കൂറും 365 ദിവസവും മിഷണറിമാരാണ്. ഈ ഐഡൻറ്റിറ്റി കോവിഡാണ്, പള്ളിയിൽ പോകരുത്. കോവിഡുള്ളപ്പോൾ എത്രയോ പേർ ചന്തയിൽ പോകുന്നു, സിനിമാ തിയേറ്ററിൽ പോകുന്നു, കള്ള് വാങ്ങിക്കാൻ പോകുന്നു. അവിടെ ഒന്നും കോവിഡില്ലേ? പള്ളിയിൽ പോയാൽ മാത്രം കോവിഡ് പിടിക്കുമെന്ന് പറയാൻ എന്ത് യുക്തി? അതിനാൽ നമ്മൾ ഉള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറയാൻ നമ്മൾ മടിക്കരുത്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വേറെ ആര് പറയും? അതുകൊണ്ട് കൂട്ടുവേലക്കാരെ വിളിക്കാനോ നമ്മുടെ സുവിശേഷത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനോ
നമ്മളാരും മടിക്കരുത്. ദൈവത്തിന് ഇനിയും തൻ്റെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ധാരാളം വേലക്കാരെ ആവശ്യമുണ്ട്. കൂട്ടുവേലക്കാരെ വിളിക്കാൻ നാം മറക്കരുത്. ഈ ആഴ്ചയിൽ ജനുവരി 18 നമ്മുടെ സഭയ്ക്ക് തീവ്രമായ നേതൃത്വം കൊടുത്ത 2 പിതാക്കന്മാരുടെ ഓർമ്മയാണ്. സിറിൽ ബസേലിയോസ് ബാവ തിരുമേനി, തിരുവല്ല രൂപതയുടെ മുൻ മെത്രാപ്പൊലീത്ത ജോസഫ് മാർ സേവേറിയോസ്, ഈ 2 പിതാക്കന്മാരുടെയും ഓർമ്മ ഈ ആഴ്ചയിൽ നാം കൊണ്ടാടുകയാണ്. അതുപോലെ മാർ അന്തോണിയോസ്, മാർ മക്കാരിയോസ് എന്നീ പിതാക്കന്മാർ അവരുടെ നാമഹേതുകൻ്റെ അവരുടെ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മരിച്ച കാലം ചെയ്ത പിതാക്കന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, അവരുടെ മാധ്യസ്ഥം തേടുന്നു. അതോടൊപ്പം മിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യാം.